ജെഇ മെയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജെഇ മെയിൻ 2 ഷിഫ്റ്റായിട്ട് നടത്തുന്നു എന്നുള്ളതാണ്. 2 ഷിഫ്റ്റായിട്ട് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ 2 ഷിഫ്റ്റിൽ ആദ്യത്തെ ഷിഫ്റ്റിൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് രണ്ടാമത്തെ ഷിഫ്റ്റിൽ നമുക്ക് നികത്താൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ ഷിഫ്റ്റിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസും അതിൻ്റെ സൊല്യൂഷനും ഡീറ്റെയിൽഡ് സൊല്യൂഷനുമാണ് നമ്മൾ ഈ ഒരു സെഷനോട് കൂടി ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് പേപ്പർ തൊട്ട് തന്നെ തുടങ്ങും. ഇപ്പോൾ ഫിസിക്സാണ് തുടങ്ങുന്നത്, പിന്നെ വേറെ സബ്ജക്ട്സും ഹാർവെസ്റ്റ് ഓൺലൈനിൽ നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ടോപ്പിക്കിൽ നിന്ന് വന്നു ഒരു ക്വസ്റ്റ്യൻ, ആ ടോപ്പിക്കിൽ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തിരിച്ചു പോയി ആ ടോപ്പിക്ക് മര്യാദക്ക് പഠിച്ച് 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ സോൾവ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഈ വന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഒരു സെൽഫ് അനാലിസിസ് ആണ് നമ്മൾ ഷിഫ്റ്റ് 1 നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ഇനി ഷിഫ്റ്റ് 2ലേക്ക് പോകുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഷിഫ്റ്റ് 1ലെ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഫിസിക്സാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫിസിക്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 25 ക്വസ്റ്റ്യൻ വെച്ച് 6 ഷിഫ്റ്റിൽ 150 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 150 ക്വസ്റ്റ്യൻ്റെയും ഡീറ്റെയിൽഡ് സൊല്യൂഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തന്നെ ഏറ്റവും നല്ലൊരു റിവിഷനാണ്. ഏറ്റവും നല്ല റിവിഷൻ്റെ കൂടെ ഒരു പ്രിപ്പറേഷനും കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മളിനി എയിം ചെയ്യുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ ചാപ്റ്ററും പഠിച്ചതിന് ശേഷം ഈ സെഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ടാസ്ക്കാണ്. എന്തായാലും ചില ആൾക്കാർക്ക് കുറച്ച് സബ്ജക്റ്റിലെ ചില പാർട്ടെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്ററും തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഫസ്റ്റ് ഇപ്പോൾ ഇതുവരെ ഉള്ളതിൻ്റെ ഒരു അനാലിസിസ് പോലെ ഇനി ഏതൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു എയിമോട് കൂടി നമുക്ക് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് ജനുവരി 7 നടന്ന ഫസ്റ്റ് എക്സാമാണ്. അതായത് ഫസ്റ്റ് ഷിഫ്റ്റിൽ നടന്ന എക്സാമാണ്. നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ഒന്ന് നോക്കി നോക്കാം. ആ സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഉള്ള ഏതെങ്കിലും സ്റ്റെപ്പുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ പിന്നെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. നമ്മൾ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് തന്നെ ആ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് ആദ്യം ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് പരമാവധി യൂസ് ചെയ്യാം. ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഇത് യൂസ്ഫുൾ ആണ്. കാരണം നീറ്റും NTA തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. സോ NTA എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ജെഇ ഷിഫ്റ്റ് 1ൽ. സോ NTA എന്ന് വന്ന ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ട് ആ NTAൻ്റെ ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊരു ധാരണ കിട്ടാനും, കുറച്ച് നീറ്റിനേക്കാൾ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ സ്റ്റിൽ അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടാനും അതിനേക്ക് മുന്നിലേക്ക് ട്രൈ ചെയ്യാനും നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നന്നായിട്ട് യൂസ് ചെയ്യുക. ഈ റിവിഷൻ പർപ്പസിന് വേണ്ടി നന്നായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് ജെഇ ജനുവരി 7 ഷിഫ്റ്റ് 1 ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 3 point particles of masses 1 kilogram, 1.5 kilogram and 2.5 kilogram are placed at 3 corners of a right-angled triangle of sides 4 cm, 3 cm, 5 cm. The center of mass of the system is at a point. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ആയിട്ടാണ് ഉണ്ടാവുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് 1.5 cm റൈറ്റ് ആൻഡ് 1.2 cm എബവ് 1 kilogram. 1 kilogramമിൻ്റെ 1.5 cm റൈറ്റിലായിട്ടും 1.2 cm എബവ് ആയിട്ടും എല്ലാ ഓപ്ഷൻസും വിത്ത് റെസ്പെക്ട് ടു 1 kilogram ആണ്. അപ്പോൾ ഇത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ജെഇക്ക് കിട്ടുന്നത് തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഇതിന് ഡയറക്റ്റ് ആയിട്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ അപ്ലൈ ഇതിന് കോർഡിനേറ്റ്സ് അസൈൻ ചെയ്യണം ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ 1 kilogram എന്നുള്ളത് റെഫറൻസ് ആയിട്ട് എല്ലാ ഓപ്ഷൻസിലും റെഫറൻസ് ആയിട്ടുള്ളതുകൊണ്ട് ഇതിലൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. 1 kilogramമിന് നമുക്ക് ഒറിജിനായിട്ട് ഫിക്സ് ചെയ്യും. അപ്പം നമ്മൾ ഇതിനൊന്ന് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് റീഡ്രോ ചെയ്തതാണ്. സോ 1 kilogramമിന് എനിക്ക് 0, 0 ആയിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ നോക്കാം,
1.5 കിലോഗ്രാം എവിടെയാണുള്ളത്? 3 സെന്റിമീറ്റർ അപ്പുറത്ത്. സോ 1.5 കിലോഗ്രാം എന്നുള്ളത് 1.5 കിലോഗ്രാമിന്റെ കോർഡിനേറ്റ്സ് 3,0 അല്ലേ? ഇനി 2.5 കിലോഗ്രാമിന്റെ മാസ് എവിടെയുള്ളത്? അത് 4 സെന്റിമീറ്റർ എബവ്. സോ 0,4 വൈ ആക്സിസിലല്ലേ. 2.5 കിലോഗ്രാമിന് എനിക്ക് 0,4 എന്ന കോർഡിനേറ്റ്സിൽ കൊടുക്കാം. അപ്പോ ഇതിന്റെ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഫോർമുല XCM, X സെന്റർ ഓഫ് മാസ് ഈക്വൽ ടു M1 x1 പ്ലസ് M2 x2 പ്ലസ് M3 x3. ഇവിടെ 3 മാസേ ഉള്ളൂ. ഹോൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3 എന്നല്ലേ വരാം. അപ്പൊ ഇവിടെ M1 എന്നുള്ളത് 1 കിലോഗ്രാം, M2 1.5, ഇത് M3 2.5 ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ M1 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 0, കാരണം 0 ആണ് അവിടെ x കോർഡിനേറ്റ്. ഇനി അടുത്തത് 1.5 ഇൻറ്റു 3 പ്ലസ് 2.5 ഇൻറ്റു 0. അപ്പൊ x കോർഡിനേറ്റ് 0 ആയിട്ടുള്ളത് എഴുതേണ്ട ആവശ്യമില്ല ശരിക്കും ന്യൂമറേറ്ററിൽ. അതാണ് ഇതിന്റെ നമ്മൾ ടൈം ചുരുക്കാൻ വേണ്ടി ചെയ്യുന്നത്. ടോട്ടൽ മാസ് എത്രയാണ്? 1 പ്ലസ് 1.5 പ്ലസ് 2.5 ഈക്വൽ ടു 3 ഇൻറ്റു 1.5 മാത്രമേ റിമെയിൻ ചെയ്യുള്ളൂ ന്യൂമറേറ്ററിൽ. സോ ദാറ്റ് ഈസ് 4.5 ഡിവൈഡഡ് ബൈ താഴെ 1.5 പ്ലസ് 2.5 എന്ന് പറഞ്ഞാൽ 4 ബൈ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5. 4.5 by 5 means it is 0.9 സെന്റിമീറ്റർ. ഓക്കെ, സോ ഇതാണ് എക്സ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് 0.9 സെന്റിമീറ്ററിലാണ്. ഇനി വൈ കോർഡിനേറ്റ് ഇതേപോലെ കണ്ടുപിടിക്കാം. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. വൈ കോർഡിനേറ്റ് 0 ആയിട്ടുള്ളത് നമ്മൾ എഴുതണ്ട. സോ 1 ഇൻറ്റു 0 ഞാൻ എഴുതൂല. ഇതേ ഫോർമുലയാണ് ഇവിടെ. M1 y1 പ്ലസ് M2 y2 ഞാൻ ഇത് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് M3 y3 ബൈ M1 പ്ലസ് M2 പ്ലസ് M3 ആണ്. അപ്പൊ അതുപോലെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 0 വരും. സിമിലർലി 1.5 ഇൻറ്റു 0 വരും. അപ്പൊ 2.5 ഇൻറ്റു 4 എന്ന് മാത്രമേ വരുള്ളൂ റെലവെന്റ് ആയിട്ടുള്ള ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ സെയിം ആണ്. M1 പ്ലസ് M2 പ്ലസ് M3 തന്നെയാണ്. സോ ഇറ്റ് ഈസ് 5. 2.5 5 ക്യാൻസൽ ചെയ്ത 2, 4 by 2 2. സോ 2 സെന്റിമീറ്റർ. നമുക്ക് y എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമിന്റെ മേലെ എബവ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. x എന്ന് പറഞ്ഞാൽ റൈറ്റ്, ടുവേർഡ്സ് റൈറ്റ്. സോ 0.9 സെന്റിമീറ്റർ ടുവേർഡ്സ് റൈറ്റ് ആൻഡ് 2 സെന്റിമീറ്റർ എബവ് 1 കിലോഗ്രാം. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അതപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് സോൾവ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഫോർമുല പഠിച്ചു വെച്ച് ഉള്ള ആൾക്കാർക്ക് ഒരു മിനിറ്റിന്റെ താഴെ ഈ ക്വസ്റ്റ്യന് വേണ്ടി ചിലവാക്കേണ്ട ആവശ്യം വരും. ക്വസ്റ്റ്യൻ നമ്പർ 2. Visible light of wavelength 6000 into 10⁻⁻8 centimeter falls normally on a single slit and produces a diffraction pattern. It is found that the second diffraction minimum is at 60 degree from the central maximum. If the first minimum is produced at θ1, then θ1 is closed. ഈ ആംഗിൾസ് ആണുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിഫ്രാക്ഷൻ എന്നുള്ള പാർട്ടിൽ നിന്നാണ് വേവ് ഒപ്റ്റിക്സിൽ. ഇപ്പോൾ ഇതിൽ മിനിമം ഡിഫ്രാക്ഷൻ്റെ മിനിമത്തിൻ്റെ കണ്ടീഷൻസ് ആണുള്ളത്. അപ്പോൾ ഡിഫ്രാക്ഷൻ മിനിമത്തിൻ്റെ കണ്ടീഷൻ നമുക്ക് nth മിനിമം ഇതിൻ്റെ കണ്ടീഷൻ n ലാംഡ ഈക്വൽ ടു ഈ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് a ആണെങ്കിൽ a സൈൻ തീറ്റ എന്നാണ്. തീറ്റ വളരെ സ്മോൾ ആണെങ്കിൽ, തീറ്റ എന്നുള്ളത് യൂഷ്വലി 18 ഡിഗ്രിനേക്കാളും ചെറുതാണെങ്കിലാണ് പറയാം. 18 ഡിഗ്രിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് n ലാംഡ ഈക്വൽ ടു a തീറ്റ എന്നാണ് കൊടുക്കുക. പക്ഷെ ഇവിടെ തീറ്റ 60 ഡിഗ്രി ഒക്കെ റേഞ്ച്. സോ നമുക്ക് ഈ മിനിമത്തിന്റെ കണ്ടീഷൻ തന്നെയാണ് കൊടുക്കുക. അപ്പൊ ഈ nth മിനിമം കണ്ടീഷൻ അറിയോ അറിയില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഡാറ്റ സെക്കൻഡ് ഡിഫ്രാക്ഷൻ മിനിമം ഈസ് അറ്റ് 60 ഡിഗ്രി. അപ്പോൾ സെക്കൻഡ് മിനിമത്തിന്റെ കണ്ടീഷൻ, സെക്കൻഡ് മിനിമം ഈസ് അറ്റ് 60 ഡിഗ്രി എന്ന് പറഞ്ഞതുകൊണ്ട് 2 ലാംഡ ഈക്വൽ ടു a സൈൻ 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് 2 ലാംഡ ഈക്വൽ ടു a ഇൻറ്റു √3/2
ലാംഡ ബൈ എ ഈക്വൽ ടു √3/4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് മിനിമം θ1 ആ θ1 എന്നുള്ള ആംഗിൾ എത്രയാണ്, അതായത് ഫസ്റ്റ് മിനിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ആംഗിളിലാണ്, അതാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് മിനിമത്തിന്റെ കണ്ടീഷൻ എഴുതി നമുക്ക്. ഫസ്റ്റ് മിനിമം ഡിഫ്രാക്ഷന്റെ ഫസ്റ്റ് മിനിമത്തിന്റെ കണ്ടീഷൻ n ലാംഡക്ക് 1 ലാംഡ എന്ന് വരിക ഈക്വൽ ടു a sin θ1 or lambda by a equal to sin θ1. But already lambda by a എത്രയാണെന്ന് അറിയാം നമുക്ക്, √3/4. So sin θ1 equal to √3/4. ഓക്കെ, ഈ ഓപ്ഷൻസ് ഒക്കെ ഡിഗ്രിയിലുമാണുള്ളത്. √3/4 എന്നുള്ളത് നമുക്ക് യൂഷ്വലി അറിയുന്ന വാല്യൂ അല്ല. അപ്പോൾ √3/2 ആണെങ്കിൽ 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് അറിയണ സംഭവം 30 ഡിഗ്രീന്റെ വാല്യൂ 45 ഡിഗ്രീന്റെ വാല്യൂ നമുക്കറിയാം. അപ്പൊ സൈൻ ഇതിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1.73 ആണ് √3/4 എന്ന് പറയുമ്പോൾ ഇത് 0.5ന്റെ താഴെയാണ് വരുന്നത്. എന്നാൽ ഭയങ്കര താഴെയല്ല, 0.5ന്റെ തൊട്ട് താഴെ. നമുക്കറിയുന്നത് സൈൻ 30.5 ആണ്. മോർ ഓവർ ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ തീറ്റ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ 30നേക്കാളും വലിയ സൈൻ 45ന് 0.7 ആണ്. അപ്പൊ കൂടി വരും. പക്ഷെ നമുക്ക് വേണ്ടത് 0.5ന്റെ താഴെ ആയതുകൊണ്ട് 30 ഡിഗ്രീന്റെ താഴെയുള്ള വാല്യൂ ആണ്. 30 ഡിഗ്രീന്റെ താഴെയുള്ള വാല്യൂ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, 20 ഉണ്ട് 25 ഉണ്ട്. അപ്പൊ ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 0.5നും ഭയങ്കര താഴെയല്ല ഈ വാല്യൂ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് 25 ഡിഗ്രിയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരും. 25 ഡിഗ്രിയാണ് ഓപ്ഷൻ. ഓക്കെ, 4th ഓപ്ഷൻ ആണ് ശരി. ഇനി 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. Question number 3. The time period of revolution of electron in its ground state orbit is 1.6 into 10⁻16 seconds. The frequency of revolution of electron in its first excited state. ഇത് ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഇത് ആറ്റംസിന്റെ പാർട്ട് എന്നാണ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആറ്റംസിന്റെ പാർട്ട് നമുക്കറിയാം. ടൈം പീരീഡ്, ഫ്രീക്വൻസി, എനർജി, റേഡിയസ്, ഇങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ വേരിയേഷൻസ് നമ്മൾ പഠിച്ചു വെക്കും. അതിൽ കൂടുതലും പഠിച്ചു വെക്കുന്നത് റേഡിയസിൻ്റെയും എനർജീൻ്റെയും വേരിയേഷൻസ് ആണ്. വേരിയേഷൻ വിത്ത് എൻ, വേരിയേഷൻ വിത്ത് സെറ്റ്, ഇതാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം പീരീഡിൻ്റെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ വേരിയേഷൻസ് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടൈം പീരീഡ് ഈക്വൽ ടു നമുക്കറിയാം ഇറ്റ് ഈസ് 2πr/v. ഒരു ഇലക്ട്രോൺ കറങ്ങുന്ന സമയത്ത് 2πr/v ആണല്ലോ. അപ്പം നമുക്കിവിടെ കോൺസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല, വേരിയേഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ T ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r/v എന്ന് കൊടുക്കുകയാണ് ഞാൻ. ഈ r/v എന്നുള്ള ഇപ്പം T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r എന്നുള്ളത് നമുക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n²/z എന്നറിയാം. z ആറ്റം നമ്പർ ആണ്. ഇവിടെ സെറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ഞാൻ ആ തിയറി മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്. വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് വെലോസിറ്റീൻ്റെ വേരിയേഷൻ ചില ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം എനർജി ഈസ് ഹാഫ് mv². അപ്പോൾ വെലോസിറ്റീൻ്റെ സ്ക്വയർ വേരിയേഷൻ ആണ് എനർജിക്കുള്ളത്. എനർജീൻ്റെ വേരിയേഷൻ എന്താ? എനർജീൻ്റെ വേരിയേഷൻ z²/n² ആണ്. z²/n². അപ്പം ഇതിൻ്റെ വേരിയേഷൻ z/n, വെലോസിറ്റീൻ്റെ വേരിയേഷൻ z/n. ഓക്കെ, അപ്പോൾ ഈ n എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകും. സോ ഈ സാധനം ഈ വേരിയേഷൻ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ഇറ്റ് ഈസ് n³ നമ്മുടെ സെറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n³ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n³. നമ്മളോട് ഇവിടെ ചോദിച്ചത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ കാര്യമാണ് ചോദിച്ചത്. സോ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് മീൻസ് n = 2. Okay, ground state means n = 1. First excited state means n = 2. So n = 2 ആണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. So T1/T2 is equal to n1/n2 the whole cube. Okay, so it is equal to n1 എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്, n2 എന്നുള്ളത് സെക്കൻഡ് സ്റ്റേറ്റ്, ഹോൾ ക്യൂബ്. T1 എന്നുള്ളത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1.6 × 10⁻16 സെക്കൻഡ്സ് ആണെന്ന്.
നമുക്ക് ഈ 1/T2 എന്നുള്ളതല്ലേ ഫ്രീക്വൻസി. സോ ഞാൻ F2 എന്ന് എഴുതാണ്. എന്തിനാണ് അങ്ങനെ എഴുതുന്നത്? 1/T2 നമുക്ക് T1 ഞാൻ അവിടെ കൊടുത്തു, ഇനി ബാക്കിയുള്ളത് അവിടെ ആരാ? 1/T2. നമുക്ക് ചോദിച്ചത് ടൈം പീരീഡ് അല്ല, ഫ്രീക്വൻസിയാണ്. അതുകൊണ്ട് 1/T2 ഞാൻ ഫ്രീക്വൻസി നോക്കി. F2 ഈക്വൽ ടു 1/2³ മീൻസ് വാട്ട്? 1/8. സോ F2 അവിടെ തന്നെ നിർത്തിയാൽ F2 ഈക്വൽ ടു 1/8 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻16. ഓക്കെ. സോ ഇതില് ഈ ഓപ്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 1/1.6 നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അറിയാം. ഒരു കൂളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ്. അതിന്റെ റീസൺ 10/1.6ന്റെ വാല്യൂ 6.25 ആണ്. അപ്പൊ ഞാൻ അതിവിടെ കൊടുക്കുകയാണ്. ഇവിടെ 10 എന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ മേലെ 10 എന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10⁻⁻1 കൂടെ മേലെ വരും. സോ 10⁻⁻1 ഇവിടെ 1/1.6 ഞാൻ 6.25 എന്ന് എഴുതി. /8 ഓൾറെഡി ഡിനോമിനേറ്ററിലുണ്ട്. -16 ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ +16. ഓക്കെ. 6/8 എന്ന് പറഞ്ഞാൽ 0.5ന്റെ മേലെയാണ്. മോർ ഓവർ ഇതിന്റെ പവർ ഇപ്പോൾ 6.25/8 ഇൻറ്റു 10⁻15. ഞാൻ 8 ഇത് 6.4 ആയിരുന്നെങ്കിൽ എനിക്കിത് 0.8 എന്ന് എഴുതായിരുന്നു. ഞാൻ അപ്രോക്സിമേറ്റ്ലി 0.8 ഇൻറ്റു 10⁻15 എന്ന് എഴുതാണ്. ഓർ ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 8 ഇൻറ്റു 10⁻14. ഓക്കെ. 8 ഇൻറ്റു 10⁻14 അടുത്ത് വരുന്ന വാല്യൂ 4th ഓപ്ഷൻ. ഓക്കെ. ഇതുവരെയാണ് ഫിസിക്സ്. അതിനുശേഷം മാത്സിന്റെ കാൽക്കുലേഷൻസ് ആണ്. ഇതും കൂടെ ചെയ്യാനുള്ള റീസൺ ഇതും കൂടെ ചെയ്തവനെ ഫൈനൽ ആൻസറിലേക്ക് എത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ 7.8 ഇൻറ്റു 10⁻14 ഹെർട്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇതില് കുറച്ചും കൂടെ സ്പീഡ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ വേരിയേഷൻസും കൂടെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അതായത് ഇങ്ങനെ ടൈം പീരീഡിന്റെ വേരിയേഷൻ, ഫ്രീക്വൻസിന്റെ വേരിയേഷൻസും കൂടെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ ഇത് കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് 1 മിനിറ്റിന്റെ അകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അപ്പോൾ അല്ല ഓർമ്മയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റേഡിയസിന്റെയും എനർജിയുടെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വേണം. ആ കോൺസ്റ്റൻസ് മനസ്സിലില്ലെങ്കിലും വേരിയേഷൻ n²/z, z/n, z²/n², അങ്ങനത്തെ വേരിയേഷൻസ് ആറ്റംസിൽ തറവായിട്ട് പിന്നെ നമ്മുടെ മനസ്സിനുള്ളിൽ വേണം. ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മുടെ തെർമോഡൈനാമിക്സ് പാർട്ട് എന്നാണ്. ഇതിൽ എ ലിറ്റർ ഓഫ് ഡ്രൈ എയർ at STP expands adiabatically to volume 3 liters. അപ്പോൾ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നത്. ഗാമ 1.4 എന്നാണ് തന്നിട്ടുള്ളത്. ദ വർക്ക് ഡൺ ബൈ എയർ ഈസ്, ഇത് കാൽക്കുലേഷന് വേണ്ടി 3⁻1.4ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് എയറിന് ഐഡിയൽ ഗ്യാസ് ആയിട്ട് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഓപ്ഷൻസ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത് അഡിയാബാറ്റിക് പ്രോസസ് ആയതുകൊണ്ടും 3 ലിറ്റേഴ്സിലേക്ക് കൂടിയതുകൊണ്ടും നമുക്ക് വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വർക്ക് ഡണ്ണിന് നമുക്ക് 2 ഫോർമുല ഉണ്ട്. നമുക്ക് അഡിയാബാറ്റിക് വർക്ക് ഡണ്ണിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് NR ഇൻറ്റു T1 - T2 ബൈ ഗാമ -1. ഇതാണ് ഒരു ഫോർമുല. രണ്ടാമത്തെ ഫോർമുല T1V1 മൈനസ് T2V2 ബൈ ഗാമ -1. സെയിം ആണ് ഇത് രണ്ടും. PVSൽ NRT എന്നുള്ള യൂസ് ചെയ്യുന്നതോടുകൂടി രണ്ടും സെയിം ആണ്. ഇവിടെ കുറച്ചും കൂടെ ടെമ്പറേച്ചർ, STPയിലെ ടെമ്പറേച്ചർ ഒന്നുകിൽ നമ്മൾ ഫൈനൽ ടെമ്പറേച്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിലേക്ക് പോവാം, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് വോളിയം അറിയുന്നത് കൊണ്ട്, നമ്പർ ഓഫ് മോൾസിന്റെ കാര്യം അറിയാത്തത് കൊണ്ടും നമുക്ക് ബെറ്റർ ഈ രണ്ടാമത്തെ ഫോർമുല യൂസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെയാണ് ജഡ്ജ്മെന്റ് വരുന്നത്. മനസ്സിലായി? രണ്ടാമത്തെ ഫോർമുല യൂസ് ചെയ്യണമായിരിക്കും കുറച്ചും കൂടെ ടൈം സേവിങ്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഗാമ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഓൾറെഡി അറിയാം അഡിയാബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് അഡിയാബാറ്റിക് പ്രോസസ്സിൽ V1 റൈസ് ടു ഗാമ ഈക്വൽ ടു P2V2 റൈസ് ടു ഗാമ ആയിരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ P1 എന്നുള്ളത് STP ആണ്. ഓക്കെ. STPയിലെ പ്രഷറിന് 1.01325 ഇൻറ്റു 10⁻5 പാസ്കൽ, കാരണം 1 അറ്റ്മോസ്ഫിയർ ആണ്. ഞാൻ അതിന് അപ്രോക്സിമേറ്റ്ലി 10⁻5 പാസ്കൽ നിൽക്കാം.
ഓക്കെ, V1 ലിറ്ററിലാണ് തന്നിട്ടുള്ളത്, പക്ഷെ അതിനെ മീറ്റർ ക്യൂബിലേക്ക് ഇപ്പം മാറ്റേണ്ട ആവശ്യമില്ല, കാരണം V2 ലിറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ ആ കൺവേർഷൻ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും എന്നുള്ളതുകൊണ്ട് ഇപ്പം തൽക്കാലം V1 എന്നുള്ളതിനെ V2 എന്നുള്ളതിനെ ലിറ്ററിൽ തന്നെ എടുക്കാം. സോ V1 1 ലിറ്റർ എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് 1 γ ഈക്വൽ ടു P2 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. V2 എന്നുള്ളത് 3 ലിറ്റർ എന്നുള്ളത് കൊണ്ട് 3 γ. സോ P2 ഈക്വൽ ടു 10⁵ ഡിവൈഡഡ് ബൈ 3 γ എന്നാണ് കിട്ടുക. ഓക്കെ, ഗാമ 1.4 ആയതുകൊണ്ട് 10⁵ ഡിവൈഡഡ് ബൈ 1.4 എന്നുള്ളൊരു ഫാക്ടർ കിട്ടും. സോറി, 3⁴. ഇനി നമുക്ക് വർക്ക് ഡണ്ണിലേക്ക് പോവാം. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാം. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് P2-നെ. പക്ഷെ അതേസമയം നമ്മൾ വോളിയത്തിന്, കാരണം ജൂളിലാണ് നമ്മുടെ ഓപ്ഷൻസ് എന്നുള്ളത് കൊണ്ട് തന്നെ വോളിയത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോളിയം പ്രോപ്പറായിട്ട് മീറ്റർ ക്യൂബിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പം അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. സോ വർക്ക് ഡൺ ഈക്വൽ ടു P1 എന്നുള്ളത് ഞാൻ 10⁵ ആയിട്ട് എടുക്കുകയാണ്. V1 എന്നുള്ളതിനെ ഞാൻ 1 ലിറ്റർ ആയതുകൊണ്ട് 1 × 10⁻³ മീറ്റർ ക്യൂബ് എന്നെടുക്കുകയാണ്. മൈനസ് P2 എന്നുള്ളതിനെ 10⁵ ബൈ 3⁴ അപ്പോൾ നമുക്ക് കിട്ടിയത് ഇൻറ്റു V2 എന്നുള്ളതിനെ 3 × 10⁻³ എന്നെടുക്കുക ഡിവൈഡഡ് ബൈ ഗാമ -1 എന്നാൽ 1.5 4 - 1. ഓക്കെ, സോ ഇത് 10⁵ × 10⁻³ എന്ന് പറഞ്ഞാൽ 10² ദാറ്റ് ഈസ് 100 മൈനസ് ഇവിടെ 3⁴ വാല്യൂ നമുക്ക് ഓൾറെഡി 4.65 ആണ്. 4.7 എന്ന് എടുക്കാണ്. സോ 10⁻, ഇവിടെ ഓൾറെഡി 100 ഉണ്ട്. ഇവിടെ 10⁵ × 10⁻³ എന്ന് പറഞ്ഞാൽ 10⁻², ദാറ്റ് ഈസ് 100. 300 ആവും അപ്പോൾ. സോ 300 ഡിവൈഡഡ് ബൈ 4.7 ഡിവൈഡഡ് ബൈ 1.4 - 1 എന്ന് പറഞ്ഞാൽ 0.4. ഓക്കെ, സോ ഇവിടെ ആൻസേഴ്സ് തമ്മിൽ ഈ 100.8 90.5 തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആൻസേഴ്സ് തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ 4.7 5 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ്. ചെയ്തിട്ട് ആൻസർ എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. അപ്പോൾ 300/5 ചെയ്താൽ 300/5 ചെയ്യുമ്പോൾ 30ൽ 60 വരും. സോ 40/0.4 എന്നാണ് വരും അല്ലേ. അതായത് ഇവിടെ 4.7 പകരം ഞാൻ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് 60 എന്ന് വരും. 100 - 60 40. 40/0.4 100 എന്നുള്ള ആൻസർ ഉണ്ട്. പക്ഷേ തൊട്ട് താഴെ 90.5 കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ 4 ഈ ഓപ്ഷനിൽ ഇതിൻ്റെ 100 - 300 ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ 4.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. കാരണം 4.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 300/5, അതായത് നമ്മളിവിടെ ഒരു ഈ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെ 300/5 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമ്മൾ ഈ 4.7-നേക്കാളും വലിയൊരു നമ്പറാണ് ഇവിടെ കൊടുത്തത്. സോ ഈ 300/4.7 എന്നുള്ളത് ഒരു ചെറിയ നമ്പറാണ് കിട്ടിയത് കുറക്കാൻ. അതുകൊണ്ട് തന്നെ 4.7-ഉം 5-ഉം നമ്മൾ ആ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് 100-നേക്കാളും ചെറിയൊരു ആൻസറാണ് വരിക 90.5. അല്ലെങ്കിൽ ഇത് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഞാൻ ഇവിടുന്ന് തന്നെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത്. ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത്, കാരണം ആൻസേഴ്സ് തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട്. സോ 300/4.7 300 ഡിവൈഡ് ബൈ 47 ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 47 × 6 ചെയ്താൽ 7 6 are 42, 6 4s are 24 plus 282. അപ്പോൾ 282 വരും. റിമൈൻഡർ 18 180. അപ്പോൾ ഇതിൽ 6 വരും. ഓക്കെ, 180-ൽ 47 അപ്രോക്സിമേറ്റ്ലി 4 ടൈംസ്, കാരണം 45 × 4 ആണ് 180. അപ്പോൾ ഇത് 6.4 ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. സോ 100 -
64 ആവും. 4.7 അല്ലേ, അതിന് പകരം 47 ആയതുകൊണ്ട് 100 - 64 എന്ന് പറഞ്ഞാൽ 36. ക്ലിയർ? ഇതിന് 64 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 36/0.4 എന്ന് വരും. അതാണ് ആൻസേഴ്സ് ക്ലോസ് ആകുമ്പോൾ സംഭവിക്കുന്ന വേരിയേഷൻ. ഇതിന് 90 കിട്ടും. 36 9 അല്ലേ, 90 ജൂൾസ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 3 ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ കിട്ടും. അപ്രോക്സിമേഷൻ ചെയ്യേണ്ട ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 4.7 റൗണ്ട് ചെയ്ത് 5 ആക്കിയാൽ നിങ്ങൾക്ക് ഓപ്ഷൻ 1ലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയിട്ട് ആ ഒരു അനാലിസിസ് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ നിന്നാണ്. ഇതിൽ എ ലോങ് സോളിനോയിഡ് ഓഫ് റേഡിയസ് r carries a time dependent current. ആ സോളിനോയിഡിലുള്ള കറന്റ് വേരി ചെയ്യണത് I0 × t × 1 - t ഈ രീതിയിലുള്ള വേരിയേഷനാണ്. എ റിംഗ് ഓഫ് റേഡിയസ് 2r is placed coaxially near its middle. 2r റേഡിയസ് ഉള്ള ഒരു റിംഗ് അതിന്റെ മിഡിലിന്റെ അടുത്തായിട്ട് കോആക്സിലി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വലുതാണ്. സോളിനോയിഡ് നടുവിലൂടെയാണ്. ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവെൽ 0 to 1 the induced current and the induced EMF in the ring changes. അപ്പോൾ ഈ ടൈം ഇന്റർവെൽ 0 to 1 ഇടയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻഡ്യൂസ്ഡ് VR-ഉം IR-ന്റെ വേരിയേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ഒരു സോളിനോയിഡ് ഉണ്ട്, ഇതിന്റെ റേഡിയസിന്റെ ഇരട്ടി റേഡിയസ് ഉള്ള ഒരു റിംഗ് അതിന്റെ മിഡിലിനോട് അടുത്ത് വെച്ചിട്ടുണ്ട്. മിഡിലിനോട് അടുത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സോളിനോയിഡിന്റെ അകത്തെ മാഗ്നറ്റിക് ഫീൽഡ് μ0 ni ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു μ0 ni എന്നെടുക്കാം. പക്ഷെ ഈ I എന്നുള്ളത് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, ടൈം വേരിയിങ് ആണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട്, ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കോയിലുള്ള ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്ലക്സ് ഈസ് BA. ഓക്കെ, സോ എ ഞാൻ തൽക്കാലം ശരിക്കും πr² ആണ്, അവിടെ നിന്നോട്ടെ. എന്റെ വേരിയേഷൻ അല്ല, നമുക്ക് ഐന്റെ വേരിയേഷൻ ആണ് വേണ്ടത്. സോ π2r² എടുക്കരുത്, πr² എടുക്കണം. കാരണം ഇതിന്റെ അകത്ത് മാത്രമേ ഫ്ലക്സ് വേരിയേഷൻ ഉള്ളൂ. സോ B എന്നുള്ളത് μ0 ni × A എന്ന് വരും. ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസിനെയൊക്കെ നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് μ0 na × I. സോ ഈ I എന്നുള്ളത് ടൈം വേരിയിങ് ആയതുകൊണ്ട് തന്നെ μ0 na × ഈ ടൈം വേരിയിങ് കറന്റ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. I0 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു ആ ടി ഞാൻ അകത്തേക്ക് എടുക്കാം. ഡിഫറൻസിയേഷൻ നടത്താൻ എളുപ്പത്തിന് വേണ്ടി t² - t². ഓക്കെ, ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കണം, ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ VR എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. VR = -d∅/dt. ഫാരഡേസ് ലോ ലെൻസസിൽ വെച്ചിട്ട് -d∅/dt. ഇതിൽ μ0 na I0 ഒക്കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടീന്റെ ഡെറിവേറ്റീവ് 1, t² ഡെറിവേറ്റീവ് 2t. ഓക്കെ, അപ്പൊ ഇതാണ് VR-ന്റെ വാല്യൂ. ഇനി IR-ന്റെ വാല്യൂ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസിലൂടെ കടന്നു പോവാം. IR-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ VR/R ആണ്. ഒരു കാര്യം വിട്ടുപോയി, ഇവിടെ മൈനസ് സൈൻ ഉണ്ടാവും, -d∅/dt ആയിരുന്നു. സോ IR എന്ന് പറഞ്ഞാൽ VR/റെസിസ്റ്റൻസ്. ഞാൻ റെസിസ്റ്റൻസിന് ഇവിടെ തൽക്കാലം R എന്നാണ്, ക്യാപിറ്റൽ R എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു -μ0 na I0/R × 1 - 2t. ഓക്കെ, അപ്പൊ ആകെ ഈ VR IR തമ്മിലുള്ള ഡിഫറൻസ് ആ റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റും ആണ്. ഇനി നമുക്ക് നോക്കാം. ഡയറക്ഷൻ ഓഫ് IR റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഈ 0-ന്റെയും t1-ന്റെ ഇടയിൽ ഇതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യോ അൺചേഞ്ച്ഡ് ആവോ എന്നാണ് നോക്കേണ്ടത്. നമുക്ക് VR എപ്പോഴാണ് 0 ആവേണ്ടത് നോക്കാം. അപ്പോഴല്ലേ VR പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യണതിന്റെ ഇടയിൽ 0 കൂടെ കടന്നു പോകും. അപ്പൊ 0 ആവുണ്ടെങ്കിൽ അവിടെ ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ VR 0 ആവുന്ന ടൈമിലാണ് അവിടെ ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാവുക, റിവേഴ്സൽ ഉണ്ടാവുക. അപ്പൊ VR എപ്പോഴാണ് 0 ആവുക? ഈ ടേമിൽ 0 ആവാൻ ചാൻസ് ഉള്ളത് ഈ ബ്രാക്കറ്റിലെ ടേം മാത്രമാണ്. സോ 1 - 2t 0 ആവും, ഓർ 2t = 1
ഓർ ടി ഈക്വൽ ടു ഹാഫ് 0.5 സെക്കൻഡ്സ്. 0.5 ആകുമ്പോഴാണ് ടി ഈക്വൽ ടു 0.5 വി ആർ 0 ആവും. നിങ്ങൾ കമ്പാരിസൺ വെച്ച് നോക്കുക, IR-ഉം 0 ആവുന്നതും ടി ഈക്വൽ ടു 0.5 തന്നെ ആയിരിക്കും. IR-ഉം VR-ഉം 0 ആവുന്നത് ഒരേ ടൈം ടി ഈക്വൽ ടു 0.5 തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ഓപ്ഷൻസ് നോക്കി നോക്കുക. ഇൻ ഡയറക്ഷൻ ഓഫ് IR റിമെയിൻസ് അൺചേഞ്ച്ഡ് അല്ല. അറ്റ് ടി ഈക്വൽ ടു 0.25 ഡയറക്ഷൻ ഓഫ് IR റിവേഴ്സസ് ആൻഡ് VR ഇസ് മാക്സിമം, അങ്ങനെയല്ല. ഈ IR റിവേഴ്സ് ചെയ്യണതും 0.5 അപ്പം മാക്സിമത്തിന്റെ കാര്യം ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഓപ്ഷനിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. ഇനി ഡയറക്ഷൻ ഓഫ് IR റിമെയിൻസ് അൺചേഞ്ച്ഡ് തെറ്റാണ്. അറ്റ് ടി ഈക്വൽ ടു 0.5 ഡയറക്ഷൻ ഓഫ് IR റിവേഴ്സസ് ആൻഡ് VR ഇസ് 0. നോക്കുക, ഇവിടെ VR 0 ആണ്, ആ സമയത്ത് തന്നെയാണ് കറണ്ടിന്റെ VR 0 ആണ്, ആ സമയത്ത് തന്നെ IR 0 ആവുന്നുണ്ട്. മീൻസ് അവിടെയാണ് കറണ്ടിന്റെ AC കറണ്ട് പോലെ അവിടെ ആ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നത്. ഈ ഫോർത്ത് ഓപ്ഷനാണ് അപ്പോൾ കറക്റ്റ്. അപ്പോൾ ഫോർത്ത് ഓപ്ഷനാണ് ഇതിലെ കറക്റ്റ് കൺസെപ്റ്റ്. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എന്തിന്റെ വേരിയേഷൻ ആണുള്ളത് അതിന്റെ ടൈം വേരിയിങ് ഇക്വേഷൻ എഴുതിയാൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് എ റിവേഴ്സിബിൾ ഓപ്പറേഷൻ. ഇതിൽ ഒരു നോർ ഗേറ്റ് ആണത് ഓപ്ഷൻസ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഓർ ഗേറ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ നാൻഡ് ഗേറ്റ് ആണ്. സിമ്പിൾസ് മാത്രമാണ് ഓപ്ഷനിലുള്ളത്, നമ്മൾ സിമ്പിൾ വെച്ചിട്ട്. ഇതിൽ ഒരു നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റിൽ 2 ഇൻപുട്ടും കൂടെ. അപ്പോൾ ഈ ഗേറ്റ് നോറാണ്, പക്ഷെ ഇതിന് നെറ്റ് എഫക്റ്റ് ഏത് ഗേറ്റ് ആവും എന്നുള്ളത് നമുക്ക് ട്രൂത്ത് ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. നോക്കാം. അപ്പോൾ ഇതൊരു ചോദ്യം വിച്ച് ഇസ് എ റിവേഴ്സിബിൾ ഓപ്പറേഷൻ ആണ്. നമ്മൾ സാധാരണ കാണാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണത്, റിവേഴ്സിബിൾ ഓപ്പറേഷൻ. അപ്പോൾ റിവേഴ്സിബിൾ ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് തിരിച്ചും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ മാത്സിലെ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും കൊടുക്കുക. അപ്പോൾ എന്താണ് നോർ ഗേറ്റിൻ്റെ കേസിൽ? നോർ ഗേറ്റിൻ്റെ നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. ഫസ്റ്റത്തെ കേസ് നോർ ഗേറ്റ്. ഓക്കെ, നോർ ഗേറ്റിൻ്റെ കേസിൽ 2 ഇൻപുട്ട് AB, ഔട്ട്പുട്ട് Y. ട്രൂത്ത് ടേബിൾ വരച്ചാൽ 0 0 0 1 1 0 1 1 എന്നീ പെയർസ് ഓഫ് ഇൻപുട്ടുകൾ ഉണ്ടാവാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോർ ആയതുകൊണ്ട് നോർ ആകുമ്പോൾ ഓറിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ 0 0 ആകുമ്പോൾ 1. ഓർ എന്തായിരുന്നു അങ്ങനെ ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് 1 ആകുമ്പോൾ തന്നെ ഓറിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ അവിടേക്ക് ഇവിടെ 0. ഇതാണ് നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ ഇന്ന് നമുക്ക് ഈ ഫംഗ്ഷൻ, ഈ ഒരു സംഭവം ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ. ഇപ്പോൾ ഫംഗ്ഷന് 2 ഇൻപുട്ട്സ് ഉണ്ട് ഇവിടെ, A B. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കാം, A. ഈ A എന്നുള്ള ഇൻപുട്ടിൽ 0 ആവുമ്പോൾ തന്നെ ഔട്ട്പുട്ടിന് 1 ആവാം 0 ആവാം. മനസ്സിലായോ? അപ്പോൾ A എന്നുള്ള ഇൻപുട്ട് 0 ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അതിൻ്റെ ഔട്ട്പുട്ട് 1 ആണോ 0 ആണോ. ഓക്കെ, അതായത് ഔട്ട്പുട്ടിന് നമുക്ക് ഇൻപുട്ടിൻ്റെ A എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ഔട്ട്പുട്ട് 1 ആണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇൻപുട്ട് ഇതാണ്, A എന്നുള്ളത് ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ റിവേഴ്സിബിൾ ഓപ്പറേഷൻ അല്ല. ടെക്നിക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതേ ടെക്നിക്ക് നമ്മൾ ഓർ ഗേറ്റിന് അപ്ലൈ നോക്കാം. ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എടുക്കുകയാണെങ്കിൽ A B Y. ഓക്കെ, അപ്പോൾ 0 0 0 1 1 0 1 1 ഇതന്നെയല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൽ ഓർ ഗേറ്റ് ആയതുകൊണ്ട് 0 1 1 1 ഏതെങ്കിലും ഒന്ന് 1 ആയാൽ ഔട്ട്പുട്ട് 1 ആണ്. അപ്പം ഈ കേസിലും A 0 ആകുമ്പോൾ ഔട്ട്പുട്ട് ക്യാൻ ബി 0 ഓർ 1. അപ്പം അതുകൊണ്ട് തന്നെ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 അല്ലെങ്കിൽ 1 ആകും. ഇതേ കേസാണ് ഇവിടെ വരുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ എന്തല്ല, ഇൻവേർട്ടിബിൾ അല്ല. അതുകൊണ്ട് ഈ നോർ ഗേറ്റും ഓർ ഗേറ്റും റിവേഴ്സിബിൾ അല്ല. ഇനി നാൻഡ് ഗേറ്റിൻ്റെ നോക്കാം. നാൻഡ് ഗേറ്റിൻ്റെ കേസിൽ ABY എടുത്താൽ നമുക്ക് 0 0 0 1 1 0 1 1 ഇത്രയും ഇൻപുട്ട് പെയർസ് ആണുള്ളത്. ഇതിൽ 0 0 ആകുമ്പോൾ
നാൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡിൻ്റെ നേരെ ഇൻവേഴ്സ് ഓപ്പറേഷനാണ്, അപ്പോൾ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ആൻഡിന് ഏതെങ്കിലും ഒന്ന് 0 ആയാൽ 0 ആണ്, അപ്പോൾ അവിടെയൊക്കെ ഇവിടെ 1 ആണ്. രണ്ടും 1 ആയാൽ മാത്രമേ 1 ഉള്ളൂ, അപ്പോൾ ഇവിടെ 0 ആണ്. ഓക്കെ, അപ്പോൾ ABY എന്നുള്ളതിൻ്റെ വൈൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 0 വരുമ്പോൾ ഔട്ട്പുട്ട് 1 ആണെന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞു. ബട്ട് 1 ആണ് A എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ക്യാൻ ബിക്കം 1 ഓർ 0. അതുകൊണ്ട് ഈ ഒരു കാറ്റഗറി ഉള്ളതുകൊണ്ട് ഇവിടെയും ഈ ഒരു ടെസ്റ്റ് ഫെയിൽ ആവുന്നു. സോ നാൻഡ് ഗേറ്റ് ഓൾസോ ഈസ് നോട്ട് റിവേഴ്സിബിൾ. അപ്പോൾ ഇനി നോട്ട് ഗേറ്റിന്റെ കേസ്, ഇത് നോട്ട് ഗേറ്റ് ആണ്, ഇത് നോറാണ് ആക്ച്വലി, പക്ഷെ ഇത് നോട്ട് ഗേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. നോക്കാം, ABY നോക്കാം. നോർ ഗേറ്റിന്റെ 2 ഇൻപുട്ടും സെയിം ആവാം. അപ്പം 2 ഇൻപുട്ടും സെയിം മീൻസ് ഒരു ഇൻപുട്ടേ ഉള്ളൂ ഇൻ എഫക്റ്റ്. 0 അല്ലെങ്കിൽ 1 ആവും. അപ്പൊ രണ്ടും ഇത് 0 ആയാൽ തന്നെ 2 ഇൻപുട്ടും 0 ആവും. നോറിന്റെ 2 ഇൻപുട്ടും 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താ? 1. നോറിന്റെ 2 ഇൻപുട്ടും 1 ആയാൽ ഔട്ട്പുട്ട് എന്താ? 0. സോ ഇൻപുട്ട് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് 1 എന്നും ഇൻപുട്ട് 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 എന്നും ഉള്ളതുകൊണ്ട് ഇതിന് ആംബിഗ്യൂറ്റി ഇല്ല. ഔട്ട്പുട്ട് 1 ആകുമ്പോൾ നമുക്കറിയാം ഇൻപുട്ട് ഏതാന്ന്, ഔട്ട്പുട്ട് 0 ആകുമ്പോൾ നമുക്കറിയാം ഇൻപുട്ട് ഏതാന്ന്, ക്ലിയർലി വിത്തൗട്ട് എനി കൺഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഗേറ്റ് ഈ ഗേറ്റ് ആണ്. ഇറ്റ് ബിഹേവ്സ് ആസ് എ നോട്ട് ഗേറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ടുള്ള നോർ ഗേറ്റിന്റെയും നാൻഡ് ഗേറ്റിന്റെയും 2 ഇൻപുട്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഷോർട്ട് ചെയ്ത് 1 ആക്കിയാൽ അത് എന്തായിട്ട് ബിഹേവ് ചെയ്യും? 1-1-ൽ 0, 0-0-ൽ 1. അത് ഇതിനും അതെ, 1-1-ന് 0, 0-0-ൽ 1. അതുകൊണ്ട് തന്നെ 2 ഇൻപുട്ടും ഷോർട്ട് ചെയ്താൽ നോർ ഗേറ്റ് ആൻഡ് നാൻഡ് ഗേറ്റ് ദേ ബിഹേവ് ആസ് നോട്ട് ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. ഇത് റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ as shown in the figure, a bob of mass m is tied by a massless string whose other end portion is wound on a flywheel. ഒരു ഫ്ലൈവീലിന്റെ മേലെ, ഒരു ഡിസ്കിന്റെ മേലെ, ഒരു ഡിസ്കാണ്, ആ ഡിസ്കിന്റെ മേലെ ഒരു കുറച്ച് വയർ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ മാസ് ചെയ്യുന്നുണ്ട്. When released from rest, the bob starts falling vertically. ഇത് താഴത്തേക്ക് വെർട്ടിക്കലി ഫോളോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് h കവർ ചെയ്യുമ്പോൾ ആംഗുലാർ സ്പീഡ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ആംഗുലാർ സ്പീഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഡയമെൻഷനലി ഡിഫറെൻ്റ് ആണ് ഈ ഓപ്ഷൻസ്. അപ്പോൾ തന്നെ നമുക്കറിയാം എലിമിനേഷൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ഓപ്ഷനിലേക്ക് ഇവിടെ ചുരുങ്ങാൻ പറ്റും. നമുക്കറിയാം ഒമേഗ ഈസ് V/R എന്നുള്ള ഇക്വേഷൻ അറിയാം. അപ്പോൾ അതിൽ നിന്ന് മോറോവർ വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ് √2gh. അപ്പൊ √gh എന്നുള്ളത് അത് വെലോസിറ്റിന്റെ ഡയമെൻഷൻ ആണ്. സോ ഒരു √gh ടേമും പുറമെ 1/r ഉണ്ടെങ്കിൽ അത് ഒമേഗനെ റെപ്രസെന്റ് ചെയ്യുന്ന അറിയാം. അപ്പൊ ഇതല്ല, ഇത് ഒമേഗനെ റെപ്രസെന്റ് ചെയ്യും, ഇതും ഒമേഗനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഒന്നുകിൽ 2 അല്ലെങ്കിൽ 4 ആണ് ഓപ്ഷൻ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ഇത് ചെയ്ത് നോക്കാം. എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ? ഞാൻ ഫിഗർ രണ്ടാമത് എടുത്ത് വരക്കണില്ല. ഇവിടെ ഇയാള് h ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ചേഞ്ച് mgh ആണ്. പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ചേഞ്ച്, ആ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ചേഞ്ച് 2 ടൈപ്പ് കൈനറ്റിക് എനർജിയിലേക്ക് വഴിതെളിക്കും. ഏതൊക്കെയാണത്? ഒന്ന് നോർമൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജി ½mv², ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. രണ്ടാമത്തത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½I⍵². ഇവിടെ പ്യുവർ റോളിംഗ് ആയിട്ട് എടുക്കാം. പ്യുവർ റോളിംഗ് ആയിട്ട് അസംഷൻ എടുത്തു കഴിഞ്ഞാൽ ഇയാൾ പ്യുവർ റോളിംഗ് പോലെ നമുക്കറിയാം റോളിങ്ങിന്റെ സമയത്ത് V = R⍵ ആണെന്ന്, ആ പ്യുവർ റോളിങ്ങിന്റെ സമയത്ത്. അപ്പോൾ പ്യുവർ റോളിങ്ങിന്റെ പോലെ ആയിട്ട് എടുത്താൽ നമുക്ക് ഇവിടെ V = R⍵ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഒമേഗയാണ് വേണ്ടത്. ഇവിടെ റേഡിയസ് r ആണ്. മോറോവർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിസ്ക് ആയതുകൊണ്ട് ഇതിന്റെ ആക്സിസ് സെന്റർ തന്നെയാണ്. അങ്ങനെ കറങ്ങുമ്പോൾ ആക്സിസ് സെന്ററിലൂടെ പോണ സ്റ്റാൻഡേർഡ് ആക്സിസ് തന്നെയാണ്. സോ mr²/2 ആണ്. ഈ 2 സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇതിൽ നിന്ന് വരുത്തിയാൽ mgh = ½ നമുക്ക് v² മീൻസ് r²⍵² പ്ലസ് ½ I മീൻസ് mr²/2. ഓക്കെ, ω² അതുപോലെ തന്നെ.
അപ്പോൾ എല്ലാ ടേമിലും എം എന്നുള്ള ടേം ഉള്ളതുകൊണ്ട് എം ക്യാൻസൽ ചെയ്തു. മോറോവർ ഇവിടെ ബൈ 4 ഉണ്ട്. ഞാൻ ഡിനോമിനേറ്റർസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 4GH ഈക്വൽ ടു ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ 4 ഉം 2 ക്യാൻസൽ 2 വരും. 2r² ω² പ്ലസ് ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫുൾ ഡിനോമിനേറ്റർ എലിമിനേറ്റ് ആയിട്ട് r² ω². സോ 4GH ഈസ് 3r² ω² or ω² equal to 4GH by 3r² or omega equal to root of 4GH by 3r². അതിൽ r² പുറത്തേക്ക് എടുത്താൽ 1/r റൂട്ട് 4GH by 3. നമുക്ക് റൊട്ടേഷനിലെ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ 4 ആണ്, സോറി ഓപ്ഷൻ 2 ആണ് ആൻസർ. കാരണം ഇവിടെ 2GH ഉള്ളൂ, ഇവിടെ 4GH ഉള്ളൂ. ഈ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ഇൻഫിനിറ്റ് പ്ലെയിൻസ് ഈച്ച് വിത്ത് യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ. 2 ഇൻഫിനിറ്റ് പ്ലേറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. ആർ കെപ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 30 ഡിഗ്രി. നമുക്ക് ഇത് പോസിറ്റീവ് എക്സ് ഇവിടെയും പോസിറ്റീവ് വൈ ഇവിടെയാണെന്നുള്ളത് ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് താഴെ കൊടുത്തതിൽ ഏതായിരിക്കും? ഇതിൽ വൈ ക്യാപ്പ് എന്നുള്ളത് വൈ ആക്സിസിലൂടെയുള്ള യൂണിറ്റ് വെക്ടറും എക്സ് ക്യാപ്പ് എന്നുള്ളത് എക്സ് ആക്സിസിലൂടെയുള്ള യൂണിറ്റ് വെക്ടറായിട്ടാണ് തന്നിട്ടുള്ളത്. IJ എന്നല്ല തന്നിട്ടുള്ളത്. നമുക്ക് ആ രീതിയിൽ തന്നെ നോക്കാം. ഇപ്പോൾ ആ ഫിഗർ ഒന്ന് ഞാൻ മാറ്റിയെടുക്കണം. ഇതാണ്, ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്. ഫസ്റ്റ് പ്ലേറ്റ് കൊണ്ടുണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ആ പ്ലേറ്റിൽ നിന്ന് ഈ റീജിയനിലാകുമ്പോൾ ആ പ്ലേറ്റിൽ നിന്ന് ഇതാണ് ഇപ്പോൾ E1 ഇലക്ട്രിക് ഫീൽഡ് 1. ആ പ്ലേറ്റ് നോർമലായിട്ടായിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് പ്ലേറ്റ് കാരണമാണ് ഇലക്ട്രിക് ഫീൽഡ് ആ പ്ലേറ്റിൽ നിന്ന് നോർമലായിട്ട് E2. ഓക്കെ, ഇത് രണ്ടും നമുക്കറിയാം. ഇനി E1നെ ഞാൻ 2 കോമ്പണൻ്റ് ആക്കി മാറ്റാണ്. E1നെ 2 കോമ്പണൻ്റ് ആക്കി മാറ്റാം. നമുക്ക് ഈ ആംഗിൾ 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ 60, അപ്പോൾ ഈ ആംഗിളാണ് 30. ഓക്കെ, സോ ഇത് E1 cos 30, ഇത് E1 sin 30. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു E1 പ്ലസ് E2. ഓക്കെ, രണ്ടാളുടെ മാഗ്നിറ്റ്യൂഡ് ഇത് സിഗ്മ തന്നെ ആയതുകൊണ്ട് σ/2ε0 ആണ്. മാഗ്നിറ്റ്യൂഡിലൊരു വ്യത്യാസമില്ല. പക്ഷെ അതിൻ്റെ കോസ് കോമ്പണൻറ്റും സൈൻ കോമ്പണൻറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ കോസ് കോമ്പണൻറ്റ് മൈനസ് വൈ ഡയറക്ഷനിലാണ്. നമുക്ക് പ്ലസ് വൈ ഇതാണ്, അപ്പോൾ -y ഡയറക്ഷനിലായതുകൊണ്ട് -σ/2ε0 കോസ് 30. ഞാൻ വൈ ക്യാപ്പ് എന്ന് എഴുതാണ് ജെ ക്യാപ്പിന് പകരം വൈ ക്യാപ്പ്, കാരണം അങ്ങനത്തെ നൊട്ടേഷനാണ് ഓപ്ഷൻസിലുള്ളത്. ഇനി ഇതിൻ്റെ ഈ കോമ്പണൻറ്റ് അത് -x ഡയറക്ഷനിലായതുകൊണ്ട് -σ/2ε0 sin 30 x ക്യാപ്പ്. ഇത്രയാണ് E1. ഇനി E2 എന്താണ്? E2 കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. E2 പോസിറ്റീവ് വൈ ഡയറക്ഷനിലാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് σ/2ε0 ആണ്. σ/2ε0 വൈ ക്യാപ്പ്. ഇനി വൈ ക്യാപ്പിലുള്ള നമുക്ക് ഇതിലെല്ലാത്തിലും σ/2ε0 ഉള്ളതുകൊണ്ട് കോമൺ ആയിട്ട് എടുക്കണം. ഈ വൈ ക്യാപ്പിൻ്റെ കോമ്പണൻറ്റും എക്സ് ക്യാപ്പിൻ്റെ കോമ്പണൻറ്റും നമ്മളൊന്ന് ഒരുമിച്ച് എഴുതാം, അത്രയേ ഉള്ളൂ. അപ്പോൾ σ/2ε0 എന്നുള്ളത് എല്ലാത്തിൽ നിന്നും പുറത്തേക്ക് എടുത്തു. ഇതിലെല്ലാത്തിലും ആദ്യം വൈ ക്യാപ്പ് കോമ്പണൻ്റ് ആണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ആദ്യം വൈ ക്യാപ്പിൻ്റെ കോമ്പണൻസ് ഇവിടെ σ/2ε0 പുറത്തേക്ക് എടുത്താൽ 1 മൈനസ് കോസ് 30 അല്ലേ? 1 മൈനസ് കോസ് 30. കോസ് 30 ഈസ് √3/2. ഇത്രയും വൈ ക്യാപ്പ്. ഇനി എക്സ് ക്യാപ്പിൻ്റെ കോമ്പണൻറ്റിൽ σ/2ε0 പുറത്തേക്ക് എടുത്താൽ 1/2.
ദാറ്റ് ഈസ് മൈനസ് എക്സ് ക്യാപ്പ് ബൈ 2. ഇതല്ലേ ഓപ്ഷൻ. അപ്പോൾ ഇതേതാണ് ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് σ/2ε0 എന്നുള്ളതാണ് ഒരു ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. രണ്ടാമത്തത് വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള അഡീഷൻ സബ്ട്രാക്ഷൻ വിത്ത് IJK കോമ്പണൻസ്. ഈ രണ്ട് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. എ പോളറൈസർ അനലൈസർ സെറ്റ് is adjusted such that intensity of light is just 10% of the original intensity. അതായത് ഇത് വേവ് ഒപ്റ്റിക്സിലെ പോളറൈസേഷൻ എന്നുള്ള പാർട്ട് എന്നുള്ളതാണ്. ലോ ഓഫ് മാലസ് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കുക. Assuming that the polarizer analyzer set doesn't absorb any light, the angle by which the analyzer needs to be rotated further to reduce the output intensity to 0 is called. ഇതിൽ ലോ ഓഫ് മാലസ് എന്താണെന്ന് മനസ്സിലാക്കണം. ലോ ഓഫ് മാലസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്ന ഇൻറ്റൻസിറ്റി ഈക്വൽ ടു ഒറിജിനൽ ഇൻറ്റൻസിറ്റി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ പറഞ്ഞത് പുറത്തേക്ക് വരുന്ന ഇൻറ്റൻസിറ്റി ജസ്റ്റ് 10% ഓഫ് ദ ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി ആണെന്ന്. അപ്പോൾ 10/100 ഓഫ് I0 ആണ് I, ഈക്വൽ ടു I0 കോസ് സ്ക്വയർ തീറ്റ. ദാറ്റ് മീൻസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1/10. ഓക്കെ, ഓർ കോസ് തീറ്റ ഈക്വൽ ടു 1/√10. അവിടെ നിന്നോട്ടെ, നമുക്ക് എന്താ വേണ്ടത്? ഈ ആംഗിൾ കണ്ടുപിടിക്കല്ല നമുക്ക് വേണ്ടത്. പകരം ഇനി അനലൈസറിന് എത്ര ആംഗിളും കൂടെ റൊട്ടേറ്റ് ചെയ്താലാണ് ഔട്ട്പുട്ട് 0 ആവുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് 0 ആവണമെങ്കിൽ 90 ഡിഗ്രി ആവണം തീറ്റ, കോസ് തീറ്റ 0 ആവണം. അപ്പോൾ ഈ 90 ഡിഗ്രിയും ഇയാളും തമ്മിലുള്ള വ്യത്യാസം അതാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് മീൻസ് നമുക്ക് വേണ്ടത് ഒരു ആൽഫയാണ്, ഈ തീറ്റ അല്ല. 90 ഡിഗ്രി മൈനസ് തീറ്റയാണ് ആൽഫ. പറഞ്ഞാൽ മനസ്സിലാവാലോ. അതായത് π/2 മൈനസ് തീറ്റ ആയിട്ടുള്ള ആളാണ് വേണ്ടത്. സോ കോസ് തീറ്റ 1/√10 എന്ന് പറഞ്ഞാൽ ആലോചിച്ചൊക്കെ 1/√10 എന്ന് പറഞ്ഞാൽ 1/3.16 ആ റേഞ്ചിലാണ് വരിക. സോ നമുക്കറിയാം കോസ് തീറ്റൻ്റെ 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റൻ്റെ വാല്യൂ 1/√2 ആണ്. 45 ഡിഗ്രീൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ കോസ് തീറ്റൻ്റെ വാല്യൂ വലുതാണ്. 45 ഡിഗ്രീൻ്റെ മേലെയാണെന്നുണ്ടെങ്കിൽ ചെറുതാണ്. കോസ് തീറ്റ ഡിക്രീസിങ് ആണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ. അപ്പോൾ ഈ 1/√10 എന്നുള്ള വാല്യൂ തന്നെ നമുക്ക് മനസ്സിലാവും ചെറിയ വാല്യൂ ആണ്. ദെർഫോർ അത് 45 ഡിഗ്രീൻ്റെ മേലെ ഉള്ള ഒരു വാല്യൂ ആണ് ആ ആംഗിൾ. നമുക്ക് വേണ്ടത് 90 മൈനസ് ആ ആംഗിൾ. അപ്പോൾ ഇതിൽ 45 ഡിഗ്രീൻ്റെ മേലെ പോസിബിൾ ആയിട്ടുള്ള ആംഗിൾ ഒന്ന് 71.6 ആണ്. നമുക്ക് വേണ്ടത് π/2 മൈനസ് ദാറ്റ് തീറ്റയാണ്. സോ π/2 മൈനസ് 71.6 ഇത് കോമൺ സെൻസ് ആണ്. ഇത് 90 ആയിട്ട് എടുക്കുന്ന ഡിഗ്രിയാണ്. സോ ദിസ് ഇസ് 18.4 ഡിഗ്രി ആണ് ആൻസർ. ഓക്കെ, നമുക്ക് വേണ്ടത് എത്ര ആംഗിൾ ആണ് ഇപ്പോൾ ഉള്ളത് എന്നല്ല, എത്രയാണ് ആവശ്യം. അപ്പോൾ ഈ തീറ്റ ഇവിടുന്ന് അപ്രോക്സിമേറ്റ്ലി 72 അല്ലെങ്കിൽ 71.6 ആണെന്നുള്ളത് നമ്മൾ ഓപ്ഷനിൽ റെഡ്യൂസ് ചെയ്യണം. അല്ലാതെ ശരിക്കും 1/√10 കോസ് തീറ്റ എത്രയാണ് നമുക്ക് അറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണത് 18.4 ഡിഗ്രി. അതുകൊണ്ട് തേർഡ് ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്. അതിലെ കപ്പാസിറ്റേഴ്സ് എന്നുള്ള പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് പ്ലേറ്റ്സ് ഓഫ് ഏരിയ എ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഡി. നോർമൽ കപ്പാസിറ്റർ അല്ലേ, ഏരിയ എ ഡിസ്റ്റൻസ് ഡി. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വിച്ച് വേരീസ് ആസ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വേരിങ് with x, where x is the distance from one of the plates. ഒരു പ്ലേറ്റ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് x. If alpha d is much less than 1, the total capacitance of the system is best given by the expression. ആൽഫ ഡി 1 വളരെ ചെറുതാണെങ്കിൽ ഈ എക്സ്പ്രഷനിൽ ഏതാണ് കപ്പാസിറ്റൻസിനെ കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് ചോദ്യം. അപ്പോൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വേരിയിങ് ആയതുകൊണ്ട് നമുക്ക് ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു ഏരിയ ഒരു എടുത്താൽ എക്സ് ഡിസ്റ്റൻസിൽ ഡി എക്സ് എന്ന ഒരു ചെറിയ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ചെറിയ കപ്പാസിറ്ററിന്റെ വാല്യൂ ഡി സി കാൽക്കുലേറ്റ് ചെയ്യാലോ. ഡി സി ഉള്ളത് ഒരു ചെറിയ കപ്പാസിറ്റൻസ് ആണ്. അത് ε0 കെ എ ബൈ ഡി അല്ലേ. അതായത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്താ? കെ ε0 എ ബൈ ഡി. അതേ ഫോർമുല തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം.
ഇവിടെ കെ എന്നുള്ളത് കെ എപ്സിലോൺ 0 എ ബൈ ഡി എന്നുള്ളതിന് പകരം ഡി എക്സ് എന്ന് വരും. ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ, അത്രയുള്ള വ്യത്യാസം. മോറോവർ കെ എന്നുള്ളതിനെ നമുക്ക് കെ ഇൻറ്റു 1 പ്ലസ് ആൽഫ എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കെ ഇൻറ്റു ഇത് കെ ഡാഷ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്, കെ ഓഫ് എക്സ് ദറ്റ് ഈസ് കെ ഇൻറ്റു 1 പ്ലസ് ആൽഫ എക്സ് എപ്സിലോൺ 0 എ ബൈ ഡി എക്സ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഡി എക്സ് താഴെയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഡി എക്സ് ന്യൂമറേറ്ററിൽ വരുന്നത്, അവിടെയാണ് അതിൻ്റെ ട്രിക്ക് വരുന്നത്. അപ്പോൾ 1 ബൈ ഡി സി, ഓക്കെ, ഈ കപ്പാസിറ്റൻസിന്റെ ഇൻവേഴ്സ് 1 ബൈ ഡി സി ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ, നമുക്ക് സീരീസ് ആയിട്ട് വെക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ 1 ബൈ ഡി സികളുടെ സമ്മാണ് ടോട്ടൽ 1 ബൈ സി വരും. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഡി എക്സ് ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു 1 പ്ലസ് ആൽഫ എക്സ് എപ്സിലോൺ 0 എ. അപ്പോൾ 1 ബൈ സി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റഗ്രൽ ആയിരിക്കും, ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഡി. അപ്പോൾ ഞാൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ളതൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. 1 ബൈ കെ എപ്സിലോൺ 0 എ ഇത്രയും ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ബാക്കി ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഡി ഡി എക്സ് ബൈ 1 പ്ലസ് ആൽഫ എക്സ്. നമുക്ക് 1 പ്ലസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ആണ്. അപ്പോൾ സിമിലർലി ഇവിടെയും ലോഗ് എക്സ് ആണ് വരിക, ലോഗ് 1 പ്ലസ് ആൽഫ എക്സ് വരും ബൈ ഈ ഇവിടെ ആൽഫന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആൽഫ ഉള്ളതുകൊണ്ട് ബൈ ആൽഫ. സോ 1 ബൈ കെ എപ്സിലോൺ 0 എ, നമുക്ക് ഇവിടെ ലോഗ് 1 പ്ലസ് ആൽഫ എക്സ് എന്ന് വരും ബൈ ആൽഫ എന്നുള്ളതുകൊണ്ട് ഞാൻ 1 ബൈ ആൽഫ പുറത്തു. ഇതില് ഇത്രയും ടേമിനെ നമ്മൾ അപ്പർ ലിമിറ്റ് 0, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ഡി വെച്ച് കൊടുക്കണം. നമുക്ക് ഇവിടുത്തെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് 1 എന്ന് വരുന്നുണ്ട് അല്ലേ, ലോഗ് 1 0 അല്ലേ, ലോഗ് 1 0 ആണ്. അപ്പം ലോവർ ലിമിറ്റ് 0 ആണുകൊണ്ട് അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് 1 ബൈ കെ എപ്സിലോൺ 0 എ ആൽഫ ലോഗ് 1 പ്ലസ് ആൽഫ എക്സിന് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് 1 പ്ലസ് ആൽഫ ഡി. ഓക്കെ, ഇതില് ലോഗ് 1 പ്ലസ് എക്സിന്റെ എക്സ്പാൻഷൻ, ലോഗ് 1 പ്ലസ് എക്സ് എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ നമ്മൾ കൊടുക്കണം. ലോഗ് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് സീരീസിന്റെ എക്സ്പാൻഷൻ കൊടുക്കണം. ലോഗ് 1 പ്ലസ് എക്സിന്റെ എക്സ്പാൻഷൻ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 അങ്ങനെ പോകുന്ന ഒരു എക്സ്പാൻഷനാണ്. അതുകൊണ്ട് വളരെ ലെസ് ആണ് എക്സ് എന്നെങ്കിൽ 1നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൽഫ ഡി മച്ച് ലെസ് ദാൻ 1 എന്ന് ക്വസ്റ്റ്യനിൽ തന്നത് ഈ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ്. ഇഫ് ആൽഫ ഡി മച്ച് ലെസ് ദാൻ 1 എന്ന ക്വസ്റ്റ്യനിൽ തന്നത് ഈ ഒരൊറ്റ സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ലോഗരിതത്തിന്റെ എക്സ്പാൻഷനാണ് യൂസ് ചെയ്യുന്നത്. അതൊന്നും ഇവിടെ എഴുതാണ്. ലോഗ് 1 പ്ലസ് എക്സ് അപ്രോക്സിമേറ്റ്ലി നമുക്കതിനെ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് മാത്രമായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോഗ് ഇവിടെ ഇപ്പോൾ 1 ബൈ സി ഈക്വൽ ടു 1 ബൈ കെ എപ്സിലോൺ 0 എ ആൽഫ. ഇവിടെ എക്സിന് പകരം ആൽഫ ഡി ആണ്. സോ ആൽഫ ഡി മൈനസ് ആൽഫ സ്ക്വയർ ഡി സ്ക്വയർ ബൈ 2. ഓക്കെ, ഇതില് നമുക്ക് ആൽഫ ഡി ഇക്വേഷന് പുറത്തേക്ക് എടുക്കാം. സോ 1 ബൈ ആൽഫ ഡി ഡിവൈഡഡ് ബൈ അല്ലേ, ആൽഫ ഡി ഡിവൈഡഡ് ബൈ കെ എപ്സിലോൺ 0 എ ആൽഫ 1 മൈനസ് ഓക്കെ ആൽഫ ഡി ബൈ 2. ഈ ആൽഫ ക്യാൻസൽ ചെയ്യാം. നമുക്ക് സി നെറ്റ് സി ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കലായിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, 1 ബൈ ആയിട്ട് എഴുതുമ്പോൾ ഇത് കെ എപ്സിലോൺ 0 എ ആൽഫ ക്യാൻസൽ ചെയ്തു ബൈ ഡി. അതായത് സാധാരണ
ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ, ഒരു വ്യത്യാസമില്ല. ഈ ഡിന്റെ കൂടെ ഡിനോമിനേറ്ററിൽ 1 മൈനസ് ആൽഫ ഡി ബൈ 2 ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. ഈ ടേംസ് ഒക്കെ മേലെയാണ്, ന്യൂമറേറ്ററിലാണ്. ഇതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എപ്സിലോൺ 0 എ ബൈ ഡി ഇൻറ്റു 1 മൈനസ് ആൽഫ ഡി ബൈ 2 ഹോൾ റേസ് ടു -1. ഈ ഹോൾ റേസ് ടു -1 എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുമ്പോഴും ഈ സാധനം ഇവിടുത്തെ ടേം വളരെ ചെറുതാണെന്നുള്ള അസംഷനിൽ, അപ്പൊ അങ്ങനെ ചെറുതാണെന്നുള്ള അസംഷനിൽ നമുക്ക് കെ എപ്സിലോൺ 0 എ ബൈ ഡി ഇൻറ്റു 1 മൈനസ് ഇവിടെ വരും അല്ലെ, 1 പ്ലസ് ആൽഫ ഡി ബൈ 2. എന്താണ് ഇവിടെ അപ്ലൈ ചെയ്തത്? ബൈനോമിയൽ തിയറം 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു n ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ്. n ഇവിടെ -1. ഓക്കെ, ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് മച്ച് ലെസ് ദാൻ 1 ആവണം. അത് ഓൾറെഡി ക്വസ്റ്റ്യനിലെ അസംഷനാണ്, ആൽഫ ഡി മച്ച് ലെസ് ദാൻ 1. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. ഇത് തേർഡ് ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ തേർഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. നോക്കാം, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. ഇതിൽ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ ലോഗിന്റെ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യുക, അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇത് ഒരു 2 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം ഇൻവോൾവ് ആണ്, 2-3 സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ജെഇക്ക്. ഒരു പേപ്പറിൽ അറ്റ്ലീസ്റ്റ് 2-3 ക്വസ്റ്റ്യൻ എങ്കിലും ഇത്രയും ലെങ്തി ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊരു ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇമ്പോസിബിൾ ക്വസ്റ്റ്യൻ അല്ല, അത്ര ടഫ് കൺസെപ്റ്റും ഇല്ല. അത് യൂഷ്വലി നമ്മൾ ഒബ്ജക്റ്റീവ് ബുക്കുകളിലൊക്കെ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ കെന്റെ വേരിയേഷൻ. ആ കെന്റെ വേരിയേഷനിൽ ലോഗരിതത്തിന്റെ എക്സ്പാൻഷനും കൂടെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു എക്സ്ട്രാ കൺസെപ്റ്റും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. A satellite of mass m is launched vertically upwards with an initial speed u from the surface of the earth. After it reaches height r, it ejects a rocket of mass m by 10 so that subsequently the satellite moves in a circular orbit. The kinetic energy of the rocket. അപ്പോൾ ഇതില് ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്തു. ഫസ്റ്റ് വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ് ലോഞ്ച് ചെയ്തത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വെർട്ടിക്കലി അപ്വേർഡ്സ് ആണ് അതിനെ ലോഞ്ച് ചെയ്തത്. അതിന് ഇനീഷ്യൽ സ്പീഡ് യു എന്നുള്ള ഇനീഷ്യൽ സ്പീഡിലാണ് അതിനെ ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഫ്രം ദ സർഫസ് ഓഫ് ദ ആഫ്റ്റർ ഇറ്റ് റീച്ചസ് എ ഹൈറ്റ് ആർ എന്ന ഹൈറ്റ് എത്തിയതിനു ശേഷം ഇറ്റ് ഇജക്ട്സ് എ റോക്കറ്റ് ഓഫ് മാസ് m by 10. m by 10 എന്ന മാസുള്ള ഒരു റോക്കറ്റിനെ അതിൽ നിന്ന് ഇജക്ട് ചെയ്തു. ഇജക്ട് ചെയ്തതിന്റെ കോൺസിക്വൻസ് ആയിട്ട് ദ സാറ്റലൈറ്റ് മൂവ്സ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. ഇതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റോക്കറ്റിന്റെ കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ സീക്വൻസ് മനസ്സിലാക്കാം. യു എന്നുള്ള ഇനീഷ്യൽ വെലോസിറ്റി ഉള്ള ഒരു സാറ്റലൈറ്റ് ഹൈറ്റ് ആറിലെത്തുമ്പോൾ ഒരു റോക്കറ്റിനെ ഇജക്ട് ചെയ്യണം. അപ്പൊ ഇജക്ട് ചെയ്യണതിന് തൊട്ട് മുമ്പ് അയാളുടെ കൈനറ്റിക് എനർജി എത്ര, അല്ലെങ്കിൽ അയാളുടെ വെലോസിറ്റി എത്ര എന്നുള്ളത് ആദ്യം നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പൊ അതിന് എനർജി കൺസർവേഷൻ യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെയാണ് സർഫസ്, ഇവിടെ നിന്നാണ് ലോഞ്ച് ചെയ്യണ യു എന്നുള്ള വെലോസിറ്റിയിൽ. ഇവിടെ ആർ എന്നുള്ള ഹൈറ്റിൽ ഇയാൾ എത്തി. അപ്പോൾ ഉള്ള വെലോസിറ്റി v ആയിക്കോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് സർഫസിലെ പോയിന്റ്, ഇത് ഹൈറ്റ് എച്ചിലെ പോയിന്റ്. സോ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എസ് പ്ലസ് കൈനറ്റിക് എനർജി അറ്റ് എസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് എച്ച് പ്ലസ് കൈനറ്റിക് എനർജി അറ്റ് എച്ച്. എനർജി കൺസർവേഷൻ യൂഷ്വൽ ഗ്രാവിറ്റേഷനിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണ എനർജി കൺസർവേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ എസ്സിലുള്ള പൊട്ടൻഷ്യൽ എനർജി -gm ബൈ ഈ സ്മോൾ എം എന്നുള്ളത് സാറ്റലൈറ്റിന്റെ മാസാണ്, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ബൈ ആർ. കാരണം ഇവിടെ ആർ റേഡിയസ് പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് സാറ്റലൈറ്റ് ½ m u². പൊട്ടൻഷ്യൽ എനർജി അറ്റ് സം ഹൈറ്റ് ആർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഹൈറ്റ് ആർ എന്നുള്ളതുകൊണ്ട് -gmm ബൈ 2r പ്ലസ് കൈനറ്റിക് എനർജി ആ ഹൈറ്റിലുള്ളത് ½ mv². നമുക്ക് ഇതിൽ എല്ലാത്തിലും സ്മോൾ എം ഉള്ളതുകൊണ്ട് എല്ലാത്തിനെയും ക്യാൻസൽ ചെയ്ത്, മോറോവർ എല്ലാത്തിലും 2 ഉള്ളതുകൊണ്ട് ഞാൻ 2 ഉണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈയും കൂടെ ചെയ്തു. അപ്പൊ ഇവിടെ -2gm/r ഓക്കെ പ്ലസ് u² ഈക്വൽ ടു മൈനസ് ആ 2 ക്യാൻസൽ ചെയ്താൽ -gm/r
പ്ലസ് വി സ്ക്വയർ അല്ലേ കിട്ടാം. എനിക്ക് വി ആണ് വേണ്ടത്. സോ വി സ്ക്വയർ ഞാൻ ആ സൈഡിൽ നിർത്തിയിട്ട് ബാക്കി ടേമിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ ഇവിടെ ഉണ്ട്, മൈനസ് 2gm/r ഓൾറെഡി ഇവിടെ ഉണ്ട്, പ്ലസ് gm/r കൂടെ എക്സ്ട്രാ വരും. ഓക്കെ, സോ യു സ്ക്വയർ മൈനസ് 1gm/r എന്നല്ലേ വരിക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഹൈറ്റിൽ ഇയാൾക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയാണ് എന്നുള്ളത്, ഇതിൻ്റെ റൂട്ടായിരിക്കും വെലോസിറ്റി എത്ര എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി എന്താ സംഭവിക്കണത്? ഇനി ഈ വി എന്നുള്ളത് വെർട്ടിക്കൽ വെലോസിറ്റിയാണ്. പക്ഷെ കൊളീഷന് ശേഷം ഇയാൾക്ക് പ്യുവർലി, അപ്പം ഇത് ഞാൻ എം എന്നുള്ള മാസിന് പണ്ട് വി എന്നുള്ള വെലോസിറ്റി ഉണ്ടായിരുന്നു. കൊളീഷന് ശേഷം 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു m/10 ഒരു 9m/10 ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തു. ഈ m/10 എന്നുള്ളത് റോക്കറ്റാണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ബട്ട് 9m/10 എന്നുള്ളത് ബാക്കിയുള്ള സാറ്റലൈറ്റ് ആണ്. അത് സർക്കുലർ ഓർബിറ്റിലാണ് മൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാൻജൻഷ്യലി ലോഞ്ച് ചെയ്യണം. ടാൻജൻഷ്യലി, അപ്പൊ അയാൾക്ക് ടാൻജൻഷ്യലി മാത്രമേ ഫൈനൽ വെലോസിറ്റി ഉള്ളൂ എന്ന് മനസ്സിലായി. ആ ഫൈനൽ വെലോസിറ്റി ആ ഓർബിറ്റൽ വെലോസിറ്റിയും കൂടെ ആയാലേ സർക്കുലർ പാത്ത് ആവുള്ളൂ. സർക്കുലർ ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അയാളുടെ ഫൈനൽ വെലോസിറ്റി റൂട്ട് gm/, ഓർബിറ്റൽ വെലോസിറ്റി റൂട്ട് gm/r ആണ്. പക്ഷെ ഇവിടെ ഹൈറ്റും കൂടെ r ആയതുകൊണ്ട് റൂട്ട് gm/2r. ഇതാണ് ഇയാളുടെ ഫൈനൽ വെലോസിറ്റി. ഇനി ഈ ഫൈനൽ വെലോസിറ്റി, ഇതൊക്കെ ഇനീഷ്യൽ വെലോസിറ്റി ആകെ വെർട്ടിക്കലി മാത്രമേ ഉള്ളൂ. ഇത് ബിഫോർ എക്സ്പ്ലോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇനീഷ്യലി വെർട്ടിക്കലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈനലി ഈ ഹൊറിസോണ്ടലി മാത്രമേ ഉള്ളൂ ഇയാൾക്ക്. സോ ഇയാളാണ് ബാക്കി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇയാൾക്കൊരു എക്സ് കോമ്പണന്റ് വെലോസിറ്റി vx ഉണ്ട്, ഒരു y കോമ്പണന്റ് വെലോസിറ്റി vy ഉണ്ട് ഇൻ ജനറൽ എന്ന് വിചാരിക്കും. എന്നിട്ട് എക്സ് ആക്സിസിലെ മൊമെന്റം കൺസർവേഷൻ യൂസ് ചെയ്യുക, വൈ ആക്സിസിലെ മൊമെന്റം കൺസർവേഷൻ യൂസ് ചെയ്യുക. അതാണ് ഇവിടുത്തെ ടെക്നിക്ക്. ഇതാണ് ഇതിന്റെ പിക്ചർ, ഇവിടെ നടക്കണതിന്റെ പിക്ചർ. അതായത് ഇത് ഇനീഷ്യൽ, ഇത് ബിഫോർ കൊളീഷൻ ഇത് മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ കൊളീഷൻ ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എക്സ് ആക്സിസിലെ മൊമെന്റം കൺസർവേഷൻ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് ആക്സിസിലെ ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ടു എക്സ് ആക്സിസിലെ ഫൈനൽ മൊമെന്റം. എക്സ് ആക്സിസിൽ ഇനീഷ്യൽ മൊമെന്റം ഇല്ല, കാരണം ഇയാള് വെർട്ടിക്കലി മാത്രമേ പോയിട്ടുള്ളൂ. സോ 0. ഇനി എക്സ് ആക്സിസിലെ ഫൈനൽ മൊമെന്റം എങ്ങനെയാണുള്ളത്? m/10 vx. ഓക്കെ, ഇനി ഇയാൾക്കൊരു എക്സ് കോമ്പണന്റിലാണ് ഇതുള്ളത്. ടാൻജൻഷ്യലി അങ്ങോട്ടാവാം, ടാൻജൻഷ്യലി ഇങ്ങോട്ടാവാം. ഞാൻ തൽക്കാലം പ്ലസ് m ഇൻറ്റു ഇത് 9m/10 ആണ് ഇയാളുടെ മാസ്. 9m/10 ഇൻറ്റു ഇയാളുടെ വെലോസിറ്റി റൂട്ട് gm/2r. അപ്പൊ ഇതിനെ ഈ ടേമിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ m/10 vx ഈക്വൽ ടു മൈനസ് 9m/10 ഓക്കെ റൂട്ട് gm/2r. ക്യാൻസൽ ചെയ്യുക, 10 ക്യാൻസൽ ചെയ്താൽ vx ഈക്വൽ ടു മൈനസ് 9 ടൈംസ് റൂട്ട് gm/2r. അപ്പൊ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് റോക്കറ്റിന്റെ ഫൈനൽ കൈനറ്റിക് എനർജിയാണ്. അതിന് ഇത് പോരാ, vy കൂടെ വേണം. എന്നിട്ട് റൂട്ട് ഓഫ് vx² പ്ലസ് vy² ആയിരിക്കും അയാളുടെ നെറ്റ് വെലോസിറ്റി സ്ക്വയർ. എന്നിട്ട് 12m കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നെറ്റ് കൈനറ്റിക് എനർജി കിട്ടും. ടെക്നിക്ക് മനസ്സിലായി. അപ്പൊ ഇനി നമ്മൾ vy കിട്ടണം. അപ്പൊ അതിനെന്തായിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക? ഏത് മൊമെന്റം കൺസർവേഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക? vy കിട്ടണമെങ്കിൽ നമുക്ക് y ആക്സിസിലെ മൊമെന്റം കൺസർവേഷൻ. സോ py ഇനീഷ്യൽ ഈക്വൽ ടു py ഫൈനൽ. എന്താണ് ഇനീഷ്യൽ മൊമെന്റം y? mv. സോ mv. ഫൈനൽ മൊമെന്റം ഇൻ y 9m/10 ഇല്ല, m/10 മാത്രമേ ഉള്ളൂ. സോ m/10 vy. ഓക്കെ അല്ലേ? സോ ഇവിടുന്ന് vy ഈക്വൽ ടു mm ക്യാൻസൽ ചെയ്താൽ 10v എന്ന് കിട്ടും. വേർ v ഈസ് ദിസ് u² മൈനസ് gm/r. ഇതാണ് v.
ഇതിൻ്റെ റൂട്ട് എടുത്താലാണ് വി കിട്ടുക. അത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കൈനറ്റിക് എനർജിയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓഫ് റോക്കറ്റ് ഈക്വൽ ടു ഹാഫ് എം വി റോക്കറ്റ് സ്ക്വയർ. നമുക്ക് എക്സ് കോമ്പണൻറ്റും വൈ കോമ്പണൻറ്റും ഉണ്ടെങ്കിൽ വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. വാട്ട് ഈസ് വി എക്സ് സ്ക്വയർ? നോക്കാം. വി എക്സ് എന്നുള്ളത് ഇതാണ്. അപ്പം ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ 81 GM/2R. സ്ക്വയർ എടുത്ത് 81 GM/2R. ഓക്കെ. പ്ലസ് വാട്ട് ഈസ് വി വൈ സ്ക്വയർ? വി വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 വി സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു 81 GM/2R പ്ലസ് 100 ഇൻറ്റു ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് യു സ്ക്വയർ മൈനസ് GM/R എന്നാണ് കിട്ടുക. സോ യു സ്ക്വയർ മൈനസ് GM/R ദാറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു 81 GM/2R പ്ലസ് 100 യു സ്ക്വയർ മൈനസ് 100 GM/R. ഇപ്പൊ GM/R ഉള്ള ടേമിനെ കമ്പൈൻ ചെയ്യുക, യു സ്ക്വയർ ഉള്ള ടേം സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അപ്പൊ ഈ ഒരു ഫോമിലേക്ക് വരും. ഇതില് ഒന്നുകിൽ ഈ ഫോമിൽ വരും അല്ലെങ്കിൽ ഈ ഫോമിൽ വരും. ഇതില് ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് കിട്ടുക. ഇത് ഇനി സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഇനി ഉള്ളത് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ആണ്. സ്പേസ് കൺസ്ട്രെയിൻ്റ് ഞാൻ എഴുതുന്നില്ല. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ ഇത് രണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ തന്നെ 119 എന്നുള്ള ഫാക്ടർ വരും. ഇവിടെ 2R ഉണ്ട്, ഇവിടെ R ആണ്. സോ 281 സബ്ട്രാക്ട് ചെയ്ത 119 എന്നുള്ള ഫാക്ടർ വരും. യു സ്ക്വയർ വരും. അപ്പോൾ യു സ്ക്വയർ അത് മൈനസ് ആണ് വരിക. 200 ആണ് മൈനസ് ഉള്ളത് എന്നുള്ളത്. സോ മൈനസ് 119 GM/2. 100 പുറത്തേക്ക് എടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇതിലുള്ള രണ്ട് കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. ഒന്ന് എനർജി കൺസർവേഷൻ, രണ്ട് മൊമെന്റം കൺസർവേഷൻ. മൊമെന്റം കൺസർവേഷൻ ഇൻ 2 ഡയമെൻഷൻസ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ട് മേജർ സ്റ്റെപ്പ് വരുന്ന ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്.